ഹായ് ഹലോ, ഇന്ന് ചെറുപയറും കായയും ചേർത്തിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അതിനായിട്ട് 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിന് ശേഷം അത് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അത് വേവിച്ചെടുക്കാം. അത് വേവിച്ച് വെച്ചു. ഇനി 2 പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് കറ കളഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. കായൊക്കെ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. കായൊക്കെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് അതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് അരപ്പിനായിട്ട് നാളികേരം, 3/4 ടീസ്പൂൺ ജീരകം, കുറച്ച് വെളുത്തുള്ളി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു. മുളകും കറിവേപ്പിലയും കൂടി ഇടാം. ഇനി അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തു. ഇനി അരപ്പൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കായയും കൂടി ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കണം. അരപ്പൊക്കെ അതിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. ഇളക്കി കൊടുത്തു. ഇനി അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും അതൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയോ അല്ലാതെയോ തനിയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ ചെറുപയർ കായ തോരൻ റെഡിയായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.